ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കുറച്ച് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടെ ടൈം എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് ചെയ്യേണ്ടതായ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ ആണ് പറയുന്നത്. അതിൽ ഇവർ പറയുന്നത് 1 രൂപി, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം, അതായത് നമ്മുടെ ആൽഫബറ്റ്സ് ആയിട്ട് വരുന്ന 1, 2, 5, 10. 10 രൂപി കോയിൻ വന്നാൽ 10 രൂപി ടോട്ടൽ വരുന്ന കേസിൽ ടിക്കറ്റ് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ ടിക്കറ്റ് റിജക്ട് ആവും. ഇനി അഡീഷണൽ എമൗണ്ട് എനി അതർ, ഇപ്പോൾ മൂവ് ടു സ്റ്റേറ്റ് ആൻഡ് എനി അതർ കോയിൻസ് ആർ റിജക്റ്റഡ്. അതായത് ഓൾറെഡി നമ്മൾ ഒരു 1 രൂപ കോയിൻ ഇട്ടു, അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 രൂപ കോയിൻ ഇടുമ്പോൾ അത് റിജക്ഷൻ ആണ്. 10 വരെയുള്ള കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. അപ്പം 1 രൂപ കോയിൻ ഇട്ടു, അങ്ങനെ 10 കോയിൻ ഇട്ടാൽ അത് 10ാമത്തെ സ്റ്റേറ്റിലേക്ക് പോകണം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് Q0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 രൂപ കോയിൻ ഇടുമ്പോൾ അത് Q1ലേക്ക് പോകുന്നു. ഇവിടുന്ന് വീണ്ടും 1 രൂപ കോയിൻ ഇട്ടാൽ അത് Q2ലേക്ക്. സോ നമുക്കിങ്ങനെ 10 വരെ ആദ്യം 1ന് തന്നെ വരയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇത് എടുക്കാം. ഞാൻ പിന്നെ ഈസി ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ കണ്ടീഷൻ എടുക്കുന്നത്. Q5, നെക്സ്റ്റ് Q6, Q7, Q8, Q9, Q10 എല്ലാം 1 രൂപി കോയിൻ വീതം ഇൻസേർട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഇനി സപ്പോസ് Q10 കഴിഞ്ഞിട്ട് 1 രൂപി കോയിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്രാപ്പ് ചെയ്യുന്ന കണ്ടീഷൻ, Q ട്രാപ്പ് 1. ഇവിടെ നിന്ന് 2, 5, 10 വേണ്ട, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതുകൂടെ മെൻഷൻ ചെയ്യുന്നു. 2, 5, 10. ഓൾറെഡി നമ്മൾ 1 രൂപി സ്റ്റാർട്ട് ചെയ്യുന്നതേ നമ്മളൊരു 2 രൂപി കോയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റ് Q2ലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതേ നമ്മളൊരു 5 രൂപി കോയിൻ ആണ് കൊടുക്കുന്നതെങ്കിലോ അത് 5ലേക്കായിരിക്കും മൂവ് ചെയ്യുക. ആദ്യമേ 10 രൂപി കോയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ 10ലേക്ക് പോയിട്ട് ടിക്കറ്റ് വെൻഡ് ആവും. സോ ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. നെക്സ്റ്റ് 1 രൂപി ഓൾറെഡി വന്നു, അത് കഴിഞ്ഞൊരു 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 + 1 3ലേക്കായിരിക്കും പോവുക. ഇവിടെ നിന്ന് 1 രൂപി കഴിഞ്ഞ് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് 6ലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഇനി 1 രൂപി കഴിഞ്ഞ് 10 വരുന്ന കേസിൽ ടിക്കറ്റ് വെൻഡ് ആവില്ല, അതുകൊണ്ട് ട്രാപ്പ് ചെയ്യണം 10 വരുന്ന കേസിൽ. ഇനി 2ൽ നിൽക്കുന്നു, ഓൾറെഡി 2 വന്നു, ഇനി ഒരു 2 വന്നാൽ അത് 4ലേക്ക് മൂവ് ചെയ്യും. ഇനി 2 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ലേക്ക് മൂവ് ചെയ്യും. ഇവിടെ നിന്ന് 10 ആണ് വരുന്നതെങ്കിൽ ട്രാപ്പ് ചെയ്യും. 3ൽ ഓൾറെഡി 3ന്ന് 1 വരുന്നു, 3ന്ന് 2 വന്നാൽ 5ലേക്ക് മൂവ് ചെയ്യും. 3ന്ന് 5 വന്നാൽ 5 + 3 8ലേക്ക് മൂവ് ചെയ്യണം. 10 ഇവിടെ അക്സെപ്റ്റബിൾ ആവില്ല. നെക്സ്റ്റ് വൺ 4ൽ നിന്ന് 2 വന്നു കഴിഞ്ഞാൽ 6ലേക്ക് മൂവ് ചെയ്യാം. 4ൽ നിന്ന് 5 വന്നാൽ 9ലേക്ക് മൂവ് ചെയ്യാം. 10 വരുന്ന കേസ് വീണ്ടും ട്രാപ്പ് ചെയ്യണം. 5ൽ നിന്ന് 1 വന്നാൽ 6ലേക്ക്, 5ൽ നിന്ന് 2 വന്നാൽ 7ലേക്ക്, 5ൽ നിന്ന് 5 വന്നാൽ 10ലേക്ക്. 6ൽ നിന്ന് 1 ഓൾറെഡി കഴിഞ്ഞു, 6ൽ നിന്ന് 2 വന്നാൽ 8ലേക്ക്. 6ൽ നിന്ന് 5 വരുന്ന കേസ് ഇനി നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് അതും നമ്മൾ ട്രാപ്പ് ചെയ്യുന്നു. 5ഉം 10ഉം നമ്മൾ ട്രാപ്പ് ചെയ്യുന്നു. 7ൽ നിന്ന് 1 വരുന്നു, 7ൽ നിന്ന് 2 വരുന്ന കേസ് 9ലേക്ക്. 7ൽ നിന്നും 5ഉം 10ഉം പെർമിസിബിൾ അല്ല. നെക്സ്റ്റ് വൺ 8ൽ നിന്ന് 2 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 10ലേക്ക്, 8ൽ നിന്നും 5ഉം 10ഉം പെർമിസിബിൾ അല്ല. 9ൽ നിന്നും സെയിം വേ 2ഉം 5ഉം 10ഉം പെർമിസിബിൾ അല്ല. സോ ഇതാണ് നമ്മുടെ ഫൈനൽ DFA എന്ന് പറയുന്നത്, ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ്റെ. ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കണം, ഞാൻ ഈ ഒരു സ്പേസ് കൺസ്ട്രെയിൻ കൊണ്ട് ഇച്ചിരി ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. DFA ഫോർ ദ മൾട്ടിപ്പിൾ ഓഫ് നാച്ചുറൽ നമ്പർ 3. ഇതിൽ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ് ഇത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾസ് എന്നെടുക്കുമ്പോൾ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെ നോക്കിയേ. Q0, Q1, Q2 ആണ് പോസിബിൾ റിമൈൻഡർ സ്റ്റേറ്റ്സ്. ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആകെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെസ് ദാൻ 0 തൊട്ട് ആ നമ്പർ ലെസ് ദാൻ 1 വരെയാണ് റിമൈൻഡർ. അപ്പോൾ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരുന്നത് 0. അപ്പൊ നമുക്ക് ആ റിമൈൻഡർ ബേസിസിൽ ഇതിനൊന്ന് എഴുതാം. 1, 2, 3 വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ ആയതുകൊണ്ട് 0 റിമൈൻഡർ, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെയായിരിക്കും പോകുന്നത് 3യുടെ മൾട്ടിപ്പിൾസ്. ഇനി ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ആൽഫബറ്റ് വന്നിട്ട് 0 മുതൽ 9 വരെയാണ്. സോ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഇത്രയും ഇതിനെ എഴുതണം. ഒരു ഈസി മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഈ 0യെയും 1നെയും 2നെയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നിട്ട് ഈ 0യുടെ അണ്ടറിൽ വരുന്നതെല്ലാം ഒരേ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഫോളോ ചെയ്യും. 1ന്റെ അണ്ടറിൽ വരുന്നതെല്ലാം ഒരേ പാറ്റേൺ, 2ന്റെ അണ്ടറിൽ വരുന്നതെല്ലാം ഒരേ പാറ്റേൺ. സോ നമ്മൾ 0യോ 1ഓ 2ഓ മാത്രം ട്രാൻസിഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞതുകൊണ്ട് 0 വരുന്ന കണ്ടീഷൻ, അതായത് Q0 വരുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം അതിനെ ഫൈനൽ ആക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 എത്ര വന്നാലും നമ്മൾ ആ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കില്ലേ. 0 ഇവിടെ Q0 0 എത്ര വന്നാലും 0 തന്നെ. 3 എത്ര വന്നാലും 6 വന്നാലും, അതുകൊണ്ട് 0യുടെ കൂടെ എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് തന്നെ എഴുതാം. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 വന്നു കഴിഞ്ഞാൽ റിമൈൻഡറും 1 ആണ്. അതുകൊണ്ട് 1ൽ നിന്ന് റിമൈൻഡർ 1. സോ 1ന്റെ അണ്ടറിലുള്ളതിനെല്ലാം നമുക്ക് എഴുതാം. 4, 7, 10 എഴുതണ്ട. 10 ഒരു കോമ്പിനേഷൻ ആണ്, 1ന്റെയും 0യുടെയും കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ അതിവിടെ എഴുതണ്ട. അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം.
നെക്സ്റ്റ് വൺ വന്നിട്ട് Q1 കഴിഞ്ഞു. ഇനി അടുത്തത് Q0യും 1 കഴിഞ്ഞ് ഇനി 2ന്റെ കേസ്. ഡയറക്റ്റ് 2 വന്നാൽ അത് 2ലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് 2 വന്നാലും 5 വന്നാലും 8 വന്നാലും ഡയറക്റ്റ് അതിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇനി അപ്പൊ Q0ന്റെ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി Q1 വന്നിട്ട് Q1ൽ നിന്ന് 1 വരുന്നതിൽ ഓൾറെഡി 1 വന്നു പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ 2ലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 2ലേക്ക് 1ഉം 4ഉം 7ഉം ഇതിലേക്ക്. 0 എത്ര വന്നാലും ഇവിടെ തന്നെയല്ലേ. Q1ൽ നിന്ന് 0 വന്നാൽ Q1 തന്നെയാണ്. അതുകൊണ്ട് 0യും 3യും 6ഉം 9ഉം ഇവിടെ തന്നെ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇവിടുന്ന് 2 വരുന്നു. ഓൾറെഡി 1 വന്നു അതിന്റെ കൂടെ 2 വന്നാൽ 3 ആണ്. 1 പ്ലസ് 2 3 ആണ്. 3 വരുന്ന കേസിൽ നമ്മൾ 3 ഏതിന്റെ അണ്ടറിലാണ് പോകേണ്ടത്? 0. അതുകൊണ്ട് ഇവിടെ നിന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ അഡീഷൻ പോലെയാണ് നമ്മൾ എടുക്കുന്നത്. 2 5 8 വന്നാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ പോകും. Q1ലെ എല്ലാ ട്രാൻസിഷൻസും നമ്മൾ കഴിഞ്ഞു. ഇനി Q2ൽ നമ്മൾ വരുന്നു. Q0യിൽ നിന്ന് Q2 വരുന്ന മിനിമം മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 പിന്നെ ഒരു 1 അപ്പൊ 2 ആയി. 2ന്റെ കൂടെ 0 വന്നു കഴിഞ്ഞാൽ 2 തന്നെയാണ്. അതുകൊണ്ട് 0 എപ്പോഴും ലൂപ്പിലാണ്. 0 3 6 9 ലൂപ്പിലാണ്. ഇനി 2ന്റെ കൂടെ 1 വന്നു കഴിഞ്ഞാൽ 2 പ്ലസ് 1 3. അതുകൊണ്ട് 3 വരുന്നത് Q0യുടെ അണ്ടറിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ 1 വരുന്ന കേസിൽ 1 4 7 ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ വരാനുള്ള 2 ഓൾറെഡി 2 വന്നു. പിന്നെ 2 വന്നു കഴിഞ്ഞാൽ 4 ആണ് കേസ്. 4 വരുന്ന കണ്ടീഷൻ എവിടെയാ? Q1ന്റെ അണ്ടറിലാണ്. അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് 2 5 8 കണ്ടീഷൻ ഇവിടെ നിന്ന്. ഇതാണ് നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ളത്. ഇതിനൊരു ഡൗട്ട് ഇനി നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ ഒരു 11 എന്നുള്ള കണ്ടീഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. 11 എന്നുള്ള കണ്ടീഷൻ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്വയർ ചെയ്യാം. അതായത് 11 തവണ 1 കൺസിഡർ ചെയ്യാം 11 ടൈംസ്. അല്ലെങ്കിൽ 11 നിങ്ങൾക്കൊരു 1 പ്ലസ് 2 3 3 പ്ലസ് 3 6 6 പ്ലസ് 3 9 9 പ്ലസ് 2 11. ഈ കണ്ടീഷൻ നമുക്കൊന്ന് ട്രാൻസിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. Q0യിൽ 1 വരുന്നു. Q0യിൽ 1 വന്ന് നമ്മൾ Q1ലെത്തി. ഇവിടെ നമ്മൾ Q1ലെത്തി. Q1ൽ 2 വരുന്നു. Q1ൽ നിൽക്കെ 2 വരുന്ന കേസ് നമ്മൾ വീണ്ടും Q0യിലേക്ക് പോകും. നമ്മളിവിടെ Q0യിൽ പോയി. Q0യിൽ 3 വരുന്ന കേസ്. Q0യിൽ 3 വന്നാൽ നമ്മൾ Q0യിൽ തന്നെയാണ്. Q0യിൽ തന്നെ നിൽക്കുന്നു. Q0യിൽ വീണ്ടും 3 വരും. നമ്മൾ Q0യിൽ തന്നെ നിൽക്കുന്നു. Q0യിൽ 2 വരും. Q0യിൽ 2 വരുമ്പോൾ നമ്മൾ Q2ലേക്ക് പോകുന്നു. Q0യിൽ 2 കഴിയുമ്പോൾ നമ്മൾ Q2ലാണ് എത്തി നിൽക്കുന്നത്. Q2 11 വരുന്നത് Q2ന്റെ അണ്ടറിലാണോ എന്ന് നോക്കിയാൽ അതെ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മൾട്ടിപ്പിൾ ഓഫ് 3 എടുത്ത് നോക്കാം. അതായത് 12 എന്നുള്ള കണ്ടീഷൻ എടുത്ത് നോക്കാം. അപ്പോൾ 12 എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ Q2ൽ വന്നിരിക്കുകയല്ലേ. ഒരു 1 കൂടെ ആഡ് ചെയ്താൽ 12 ആകും. നമ്മൾ Q2ൽ നിന്ന് ഒരു 1 കൺസിഡർ ചെയ്യുമ്പോൾ ദാ നമ്മൾ ഇങ്ങോട്ട് വരും. അതായത് Q0യിൽ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നുണ്ടെന്നാണ് കണ്ടീഷൻ കറക്റ്റ് ആകുന്നത്. ഇത് തന്നെ നിങ്ങളൊന്ന് നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് 4 വെച്ചൊന്ന് വരച്ച് നോക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്പർ ഓഫ് ബീസ് ആൻഡ് എസ് ഡിവിസിബിൾ ബൈ 2 or 5 എന്നുള്ള കണ്ടീഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടേത് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഡ്രോ ദ DFA ഫോർ ദ നമ്പർ ഓഫ് ബീസ് ഡിവിസിബിൾ ബൈ 2 or 5. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒറ്റ ഒരു ആൽഫബറ്റിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല എന്നുള്ള കേസിൽ ഞാൻ ഇതിന്റെ വേറൊരെണ്ണം പറഞ്ഞിരുന്നു. ആൻഡ് അഗൈൻ ഇത് എപ്പോഴും ഈവൻ ഇൻറ്റു ഓഡ് അല്ലെങ്കിൽ ഓഡ് ഇൻറ്റു ഓഡ് എന്നുള്ള നമ്പറിന്റെ കേസിലേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഫുൾ ആയിട്ട് ഏതൊക്കെ രണ്ട് നമ്പർ തമ്മിലാണോ ഡിവിഷൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 2 into 5 ആയതുകൊണ്ട് 2 into 5 എടുക്കുക 10 സ്റ്റേറ്റ്. അപ്പൊ Q0യിൽ നിന്ന് Q10 വരെ നമ്മൾ സ്റ്റേറ്റ്സ് വരയ്ക്കും ഫസ്റ്റ് ഇതിൽ. സോ നമ്മളിവിടെ Q0യിൽ നിന്ന് Q10 വരെ സ്റ്റേറ്റ്സ് എല്ലാം വരച്ചാൽ മതിയുള്ളൂ. Q1 Q2 Q3 Q4 Q5 Q6 Q7 Q8 Q9 Q10. ഓക്കെ. ഇനി നമ്പർ ഓഫ് ബീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ എല്ലാത്തിലും ബിയുടെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക്. അപ്പൊ ഏത് നമ്പർ 0 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ ഫൈനൽ ആക്കും. ഒരു ബി വന്നാൽ അത് 2ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. 2 വരുമ്പോൾ 2 ബി വന്നാൽ 2ന്റെ ആയതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ് നമ്മൾ ഫൈനൽ ആക്കും. 3 രണ്ടിന്റെയും ഇതിൽ വരുന്നില്ല, അതുകൊണ്ട് കൺസിഡർ ചെയ്യണം. 4 വരുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ 4നെ ഫൈനൽ ആക്കും. 5 വരുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെയും ഫൈനൽ ആക്കും. 6 അഗൈൻ 2ന്റെ ആണ്, അതുകൊണ്ട് 6 നമ്മൾ ഫൈനലാക്കും. 7 ഒന്നിലും വരുന്നില്ല, അതുകൊണ്ട് 7 നമ്മൾ ഫൈനൽ ആക്കില്ല. 8 വന്നിട്ട് നമ്മൾ ഒരെണ്ണം ഫൈനൽ ആക്കണം. ഇനി 9 വന്നിട്ട് ഒന്നും ചെയ്യേണ്ട, വരും 2ന്റെയും 5ന്റെയും ആണ്, അതുകൊണ്ട് നമ്മൾ അതും ഫൈനൽ ആക്കണം ബീസ് വെച്ച്. ഇനിയുള്ളത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് കഴിഞ്ഞിട്ടുള്ള മറ്റതിലേക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്ത് ബി വെച്ചിട്ട് ലിങ്ക് ചെയ്യുക. ഇതെപ്പോഴും ഇനി ഒരു ലൂപ്പ് ആയിരിക്കും. അപ്പൊ ഏത് നമ്പർ ചോദിച്ചാലും ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് മതിയാകും. ഇതിൽ എയുടെ നമ്പറിന് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് സെൽഫ് ലൂപ്പ് വെച്ചിട്ട് എ മെൻഷൻ ചെയ്യാനും പറ്റും. ഈ ഒരു ടൈപ്പ് ഓപ്പറേഷൻസ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സ് ചോദിച്ചാലും. ഇനി
ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ 10 വന്നു 10 വന്നു 11th വന്നു കഴിയുമ്പം ഒന്നിന്റെ മൾട്ടിപ്പിൾ അല്ല 12 അതെ 13 അല്ല 14 അതെ 15 അതെ 16 അതെ 17 അതെ 18 19 അതെ 20 അങ്ങനെ ലൂപ്പായിട്ട് പോകും. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദ ലാംഗ്വേജ് LAWA ഈസ് എ റെഗുലർ ലാംഗ്വേജ്. അപ്പോൾ റെഗുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു DFA വരച്ചു കഴിഞ്ഞാൽ അത് റെഗുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് ദെൻ എൽ സ്ക്വയർ റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് എൽ വരയ്ക്കാം. AWA എന്നുള്ള കേസ് AWA എന്നുള്ള കേസ് ആണ്. അതിൽ W എലമെന്റ് ഓഫ് AB സ്റ്റാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് എ എൻഡിങ് വിത്ത് എ എന്നുള്ളതാണ് ശരിക്കും കണ്ടീഷൻ. നമുക്ക് അതൊന്ന് വരയ്ക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് എ എൻഡിങ് വിത്ത് എ എന്നുള്ളത് അക്സെപ്റ്റ്. സോ മിനിമം സ്ട്രിങ് എ ആണ്. നമുക്ക് അത് നോക്കാം. മിനിമം സ്ട്രിങ് Q0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ Q1 Q2 എ ആണ്. നെക്സ്റ്റ് തിങ് വന്നിട്ട് ഇവിടെ W എന്ത് വേണേ വരാം എന്നുള്ള കേസാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Q ട്രാപ്പ് വരയ്ക്കാം. ബി വെച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളത് ബി ട്രാപ്പ് ചെയ്തു എ ഓർ ബി വന്നാൽ ട്രാപ്പാണ്. അപ്പോൾ Q0യിൽ എല്ലാ ട്രാൻസിഷൻസും ആയി. നമ്മളത് ജസ്റ്റ് നോക്ക് ഔട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ബി എത്ര വേണമെങ്കിലും വരാം. അതുകൊണ്ട് നമ്മൾ ഇതിവിടെ ലൂപ്പിൽ കൊടുക്കുന്നു. Q1ലും എല്ലാ ട്രാൻസിഷൻസും ആയി. Q2ൽ ഇനി എ വരുന്നു. എ എത്ര വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. കാരണം എൻഡ് ചെയ്യുന്ന എയിലായാൽ മതി. അതുകൊണ്ട് ഇവിടെ Q2ൽ എ കൊടുക്കാം. ഇഷ്യൂ അല്ല. പക്ഷെ ഇവിടെ ഒരു ബി വന്നാലോ പുറകെ എന്തായാലും ഒരു എ വരണം എന്നുള്ളതാണ് കേസ്. സോ നമുക്കൊരു ബി വന്നാൽ പുറകെ എ വരണം എന്നുള്ള കണ്ടീഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതാണ് നമുക്ക് ലാംഗ്വേജ് എൽ. ഇനി ലാംഗ്വേജ് എല്ലിന് ഒരു DFA വരയ്ക്കാൻ പറ്റിയതുകൊണ്ട് ദിസ് ഇസ് എ റെഗുലർ ലാംഗ്വേജ്. നെക്സ്റ്റ് ആ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ എന്താണ്? എൽ സ്ക്വയർ റെഗുലർ ആണെന്ന് കാണിക്കണം. ദാറ്റ് മീൻസ് എൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ലാംഗ്വേജിന്റെ കൂടെ ഒന്നുകൂടെ കമ്പൈൻ ചെയ്യുന്ന കേസിനെയാണ് എൽ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി AWA ആണെങ്കിൽ ഇത് കഴിഞ്ഞ് വീണ്ടും AWA തന്നെ. ഇതിൽ ഈ W രണ്ടും സെയിം ആവണമെന്നില്ല. അതായത് ഇവിടുത്തെ സ്ട്രിങ് AB ആണെങ്കിൽ ഇത് AB തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സോ നമുക്കതിനെ AW1A AW2B A എന്ന് എഴുതാൻ പറ്റും. നമ്മൾ എൽ സ്ക്വയർ എന്ന് പറയുന്ന ലാംഗ്വേജ് ശരിക്കും ഇതാണ്. വേർ W1 W2 എലമെന്റ് A, B സ്റ്റാർ എന്നുള്ള കണ്ടീഷനാണ്. നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാം? AW1A AW2A എന്നുള്ള കണ്ടീഷനാണ് വരയ്ക്കേണ്ടത്. ഇത് രണ്ടും ഒന്നും ഇല്ലാത്ത കണ്ടീഷനും വരാം. അതായത് W1 ആൻഡ് W2 എപ്സിലൺ ആവുന്ന കണ്ടീഷനും വരാം. സോ നമുക്ക് അത് ആദ്യം വരയ്ക്കാം. Q0യിൽ നിന്ന് A വരുന്നു. Q1ലേക്ക് ബേസ് സ്ട്രിങ് A എന്നുള്ള കണ്ടീഷനാണ്. Q2ൽ നിന്ന് A വരുന്നു. Q3യിൽ നിന്നും A വരുന്നു. Q4ൽ എൻഡ് ചെയ്യും. ഓക്കെ. ഇനി ഇവിടെ ബി എന്തായാലും ചാൻസ് ഇല്ല. ബിക്ക് ക്യൂ ട്രാപ്പ് ചെയ്യാനേ ഓപ്ഷൻ ഉള്ളൂ. സോ ബിയുടെ ചാൻസ് ഇല്ല. എ ഓർ Q0യിൽ രണ്ട് കഴിഞ്ഞു. ഇവിടെ ബി വരുന്ന Q1ൽ ബി വരുന്ന കേസിൽ എ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്ര നമ്പർ ഓഫ് ബി വേണമെങ്കിലും വരാം. സോ ഇവിടെ ബി വരാം. അത് കഴിഞ്ഞു. Q1ന്റെയും രണ്ട് ട്രാൻസിഷൻസും കഴിഞ്ഞു. Q2ൽ എഗെയിൻ ബി വരുന്ന കണ്ടീഷൻ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ Q2 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ബി വന്നു എന്ന് വിചാരിക്കുക. പുറകെ ഒരു എ വരണം. അതാണ് കണ്ടീഷൻ. സോ നമ്മൾ ആദ്യം വരച്ച അതേ ഒരു DFA തന്നെ നമ്മൾ ഇവിടെ വരച്ചു. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഓൺലി ചേഞ്ചസ് Q2 ഫൈനൽ അല്ല എന്നുള്ളതാണ്. ഇനി Q2ൽ Q2ലും എയും ബിയും വന്നു. Q3ൽ എ ഓൾറെഡി ഉണ്ട്. ഇവിടെ ബി വന്നു എന്ന് കരുതുക. അപ്പോൾ ഇതാ ബി വന്നു. ബി എ എന്നുള്ള കണ്ടീഷനായി. ആൻഡ് അഗൈൻ ഫൈനലി എത്ര നമ്പർ ഓഫ് എ വേണമെങ്കിലും വരാം. ഇവിടെ ബി വന്നാൽ പുറകെ എ വന്നിട്ടുണ്ടാവണം. ഇത്രയുമാണ് കറസ്പോണ്ടിങ് എൽ സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷന്റെ DFA. സോ ഒരു DFA വരയ്ക്കാൻ പറ്റിയതുകൊണ്ട് എൽ സ്ക്വയർ ഈസ് റെഗുലർ എന്ന് നമുക്ക് പറയാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് AB 2n BA. അതായത് സ്റ്റാർട്ടിംഗ് ABയിൽ പിന്നെ ഒരു A 2n ടൈംസ് BA. അതിൽ n ഗ്രേറ്റർ ദാൻ or ഈക്വൽ ടു 1 ആണ്. സോ മിനിമം 1 വരുന്ന സ്റ്റേറ്റിലെ AB AA BA അല്ലെങ്കിൽ ഇനി AAയുടെ റെപ്പറ്റീഷൻസ് ആയിരിക്കും അത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം AB AA BA വരയ്ക്കാം. സോ Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. Q1 B Q2 Q3 Q4 Q5 Q6. ഓക്കെ. AB AA. ഇനി എന്താ നമുക്ക് ഇതിൽ നോക്കാനുള്ളത്? ആദ്യം നോക്കാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ AAയുടെ റെപ്പറ്റീഷൻസ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ AA വന്നു കഴിഞ്ഞാൽ ഇനി ഒരു A വന്നാൽ അത് 4 എണ്ണമായിട്ടേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 6 എണ്ണമായിട്ട് ഇങ്ങനെ. ഇത് മാത്രം കീപ്പ് ചെയ്താൽ മതി. ഇനി ബാക്കി എല്ലാ കേസിൽ നിന്നും പെർമിസിബിൾ ആയിട്ടുള്ളതെല്ലാം ആവാത്തതെല്ലാം ട്രാപ്പ് ചെയ്യാൻ മറക്കരുത്. Q ട്രാപ്പ്. ഇവിടെ നമുക്ക് B ട്രാപ്ഡ് ആണ്. ഇവിടെ A ട്രാപ്ഡ് ആണ്. ഇവിടെ അഗൈൻ B ട്രാപ്ഡ് ആണ്. ഇതിൽ B ട്രാപ്ഡ് ആണ്. ഇവിടെ ബിയും എയും ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ അത് നമുക്ക് ഇനി ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇവിടെ എയും ബിയും ഇതിൽ വന്നു ഓൾറെഡി. നെക്സ്റ്റ് ഇവിടെ ബി ട്രാപ്ഡ് ആണ്. ഓക്കെ. ആൻഡ് അഗൈൻ ഇതിൽ വേറെ ഒന്നും പോസിബിൾ അല്ല. അഗൈൻ എ ആൻഡ് ബി ട്രാപ്ഡ് ആണ്. Q ട്രാപ്പിൽ എ ഓർ ബിയും മെൻഷൻ ചെയ്യാം. ഇത്രയാണ് അതിന്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത്.
Next, find the DFA for the languages. A equal to length of a string mode 3 equal to 0. അപ്പോൾ ലെങ്ത് ഓഫ് എ സ്ട്രിങ് ആയതുകൊണ്ട് അത് വളരെ എളുപ്പമാണ്. വിത്ത് എ ആൻഡ് ബി ആണ്. എയോ ബിയോ വന്നോട്ടെ എന്നുള്ള കേസിലാണ്. പക്ഷെ ലെങ്ത് 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നുള്ളത് മാത്രം. 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. അതുകൊണ്ട് ഇതാണ് കണ്ടീഷൻ. ഇത് വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് വന്നിട്ട് ലെങ്ത് ഓഫ് W മോഡ് 5 ഈക്വൽ ടു 0. ലെങ്ത് ഓഫ് W മോഡ് 5 ഈക്വൽ ടു 0. നമുക്കിത് തൽക്കാലം ഓൾറെഡി നമ്മളിപ്പം മോഡ് 3യുടെ ഈക്വൽ ടു കഴിഞ്ഞു. നോട്ട് ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ എടുത്ത് നോക്കണം. അപ്പോൾ Q0യിൽ നിന്ന് A or B വന്നാൽ Q1, A or B വന്നാൽ Q2, A or B വന്നാൽ Q3, A or B വന്നാൽ Q4, ഇത് വന്നിട്ട് Q5, A or B. അപ്പം നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് നെയിം, ബാക്കിയുള്ളതെല്ലാം ആയിരിക്കും ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്സ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഒരു കണ്ടീഷനിലെ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്സിന് ചേഞ്ച് വരാം. ബാക്കി DFAയുടെ ട്രാൻസാക്ഷൻസിനൊന്നും ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അത് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്, ബട്ട് ലെറ്റ്സ് സീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സെയിം വേ തന്നെ നമ്പർ ഓഫ് ഏസ് മാത്രമാണ് നോക്കുന്നത്. ലെങ്ത് ഓഫ് അല്ല, നമ്പർ ഓഫ് ഏസ് മോഡ് എന്നുള്ളൊരിതാണ്. അപ്പൊ ഇതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A or B ടുഗെദർ എടുക്കാൻ പറ്റില്ല. എയുടെ മാത്രം കൗണ്ട് ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷനാണ്. ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 0 തന്നെ ഉള്ളൂ. അതുകൊണ്ട് 0 തന്നെ നമ്മൾ കൊടുക്കുന്നു. Q2, Q3 നമ്പർ ഓഫ് ഏസ്. ഇനി B എത്ര വേണേലും വരാവുന്നുള്ളതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും B ലൂപ്പ്. ഇതാണ് 9th ക്വസ്റ്റ്യൻ. ഇനി നമ്പർ ഓഫ് A in the string W mod 3 less than number of B in the string W mod 3. ഇത് ശരിക്കും ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ എടുക്കണം. ആദ്യം നമ്പർ ഓഫ് എ മോഡ് 3യും നമ്പർ ഓഫ് ബി മോഡ് 3യും ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഇപ്പൊ നമ്പർ ഓഫ് എ മോഡ് 3 നമ്മൾ ഈ വരച്ചതുപോലെ ഞാൻ ഇതിന്റെ ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ളത് അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ല, എ മോഡ് 3 തന്നെ കിടന്നോട്ടെ. ഇനി സെയിം വേ നമ്പർ ഓഫ് ബിയും ചെയ്യണം. അപ്പൊ ഞാനത് വേറൊരു നമ്പറിങ് കൊടുക്കുന്നു. Q3, Q4, Q5. അപ്പൊ ഇതിൽ Q3യിൽ ബീസിന്റെ ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ബി. ഇനി എ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ഇതെന്താണ്, നമ്മൾ നമ്പർ ഓഫ് കമ്പൈൻ ചെയ്യാൻ പോവാണ്. ആൻഡ് ഓർ എന്നൊന്നും നോക്കുന്നില്ല നമ്മൾ ഇതൊരു ഒരു ഓപ്പറേഷൻ ആയിട്ട് എടുക്കുന്നു. സോ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിനെ കമ്പൈൻഡ് ആയിട്ട് വരയ്ക്കും നമ്മൾ Q03, ഇച്ചിരി ലെങ്ത് മാറ്റി വരച്ചേക്കാം. Q04, Q05. സെയിം വേ Q13, Q14, Q15. Next one Q23, Q24, Q25. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ് രണ്ടിന്റെയും കൂടി ഇനീഷ്യൽ സ്റ്റേറ്റ് ആയ Q03 ആൻഡ് Q03. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റേറ്റ്സിനെ ഇങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനിൽ നിന്ന് 0യിൽ നിന്ന് 1ലേക്ക് A ആണ് ട്രാൻസിഷൻ. സോ 0യിൽ നിന്ന് 1ലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതും വരച്ചൂടെ എന്നൊരു ഡൗട്ട് വരും. പക്ഷെ ഇതിലെ ഏതെങ്കിലും ഒരു നമ്പർ കോമൺ ആയിട്ട് നിർത്തിക്കൊണ്ടായിരിക്കണം വരയ്ക്കുന്നത്. അതായത് 0, 1ൽ നിന്ന് വരയ്ക്കുമ്പോൾ 3 കോമൺ ആയിരിക്കണം രണ്ടിലും. ഇതിൽ നിന്ന് A വരയ്ക്കാം. സെയിം വേ നെക്സ്റ്റ് വൺ 0യിൽ നിന്ന് 1ലേക്ക് ഇത് തമ്മിലേ വരയ്ക്കാൻ പാടുള്ളൂ. 0യിൽ നിന്ന് 5 കോമൺ ആയിട്ട് ഇതും. നെക്സ്റ്റ് വൺ എന്താണ്, 1ൽ നിന്ന് 2ലേക്ക്. അപ്പൊ 1ൽ നിന്ന് 2ലേക്ക് ഇതാണ്. അപ്പൊ 3 കോമൺ ഉണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ വീണ്ടും A, ഇത് തമ്മിൽ വീണ്ടും A, ഇതും തമ്മിൽ വീണ്ടും A. നെക്സ്റ്റ് വൺ വന്നിട്ട് പിന്നെ ഇതാണ് 2ൽ നിന്ന് 0യിലേക്ക് A. അപ്പൊ 2ൽ നിന്ന് 0യിലേക്ക് A എന്ന് പറയുമ്പോൾ 2ൽ നിന്ന് 0യിലേക്ക് A. അപ്പൊ അവിടെ 3 കോമൺ ആണ്. 2ൽ നിന്ന് 0യിലേക്ക് A. എഗെയിൻ 4. നെക്സ്റ്റ് വൺ 2ൽ നിന്ന് 0യിലേക്ക് ആണ്. അപ്പൊ കോമൺ 4 ഉണ്ട്. A. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, അതുപോലെ ഇത് നോക്കാം. 3ൽ നിന്ന് 4ലേക്ക് B. സോ 3ൽ നിന്ന് 4ലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 0 കോമൺ ഉണ്ട്. അപ്പൊ 3ൽ നിന്ന് 4ലേക്ക് B. എഗെയിൻ സോ ഈ 3ൽ നിന്നും 4ലേക്കും B വരയ്ക്കാം. ഈ 3ൽ നിന്നും 4ലേക്കും B വരയ്ക്കാം. നെക്സ്റ്റ് 4ൽ നിന്ന് 5ലേക്ക് 4ൽ നിന്ന് 5ലേക്ക് B ഉണ്ട്. സോ 4ൽ നിന്നും 5ലേക്കും B വരയ്ക്കാം. 4ൽ നിന്ന് 5ലേക്ക് B വരയ്ക്കാം. 4ൽ നിന്ന് 5ലേക്ക് B വരയ്ക്കാം. നെക്സ്റ്റ് 5ൽ നിന്ന് 3ലേക്ക് B. സോ ഇവിടെ നിന്ന് ഇതാണ് 5ൽ നിന്ന് 3ലേക്ക് B. സെയിം വേ 5ൽ നിന്ന് 3ലേക്ക് B. എഗെയിൻ 5ൽ നിന്ന് 3ലേക്ക് B. ഇനി നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിന്റെയും ട്രാൻസിഷൻസ് എല്ലാം ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഔട്ട് ഗോയിങ് ട്രാൻസിഷൻസ് എല്ലാം ഉണ്ടോന്ന്. 03ൽ നിന്ന് Aയും Bയും വന്നു. സോ ഇത് കഴിഞ്ഞു. 04ൽ നിന്ന് Aയും Bയും വന്നു, കഴിഞ്ഞു. 05ൽ നിന്ന് Aയും Bയും വന്നു. സോ അതും കഴിഞ്ഞു.
സെയിം വേ 1 3യിൽ നിന്ന് എയും ബിയും കഴിഞ്ഞു, ഇതിന്റെ ട്രാൻസിഷൻസ് കഴിഞ്ഞു. 1 4ന്റെ എയും ബിയും കഴിഞ്ഞു. 1 5ന്റെ എയും ബിയും കഴിഞ്ഞു. സെയിം വേ Q2 3യുടെ എയും ബിയും കഴിഞ്ഞു. Q2 4ന്റെയും എയും ബിയും കഴിഞ്ഞു. Q2 5ന്റെ എയും ബിയും കഴിഞ്ഞു. എല്ലാത്തിന്റെയും ട്രാൻസിഷൻസ് കഴിഞ്ഞു. സോ നമ്മൾ DFA കംപ്ലീറ്റ് ആയി. പക്ഷേ ഇതിലെ ഫൈനൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ആവാത്തത്. ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്താൽ നമ്പർ എ ഇൻ W മോഡ് 3. മോഡ് 3യിൽ നമ്പർ ഓഫ് എ മോഡ് 3യിൽ എത്ര വരെ വരാം? നമ്പർ എത്ര വേണമെങ്കിലും വരാം. ഡിവിസിബിൾ ബൈ വന്നു കഴിഞ്ഞാൽ 0യോ 1ഓ 2 വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ നമ്പർ ഓഫ് എ സപ്പോസ് 5 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ മോഡ് 3 എടുത്തു കഴിയുമ്പോൾ 2 ആയിരിക്കും വരിക. പിന്നെ അതുപോലെ തന്നെ ബിയുടെയും അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോ എയുടെ എണ്ണം മോഡ് 3 ബിനേക്കാൾ ലെസ് ആയിരിക്കണം മോഡ് 3 വെക്കുമ്പോൾ. ചുമ്മാതെ അല്ല, ഡയറക്ട്ലി അങ്ങ് നമ്പർ ഓഫ് എന്നല്ല. അതായത് കണ്ടീഷൻ എന്തൊക്കെ വരാം? എ ഇല്ലാത്ത കണ്ടീഷനിൽ ബി അലോൺ വരുന്ന കണ്ടീഷനും ബി വരുന്ന കണ്ടീഷൻ. ബി വരില്ല. എന്താ വെച്ചാൽ മോഡ് വീണ്ടും മോഡ് 3 വരുമ്പോൾ 0യിലേക്ക് പോകും. അപ്പൊ ബി വരാം, ബി വരാം. ഇനി ഒരു എ ഉള്ളുവെങ്കിൽ ബി വരാം. സെയിം വേ ബി വരാം, ബി എ വരാം. ഇനി കൂടുതലുള്ള കണ്ടീഷൻ ആണെന്ന് വിചാരിച്ചോളൂ. 4A വരുന്ന കണ്ടീഷൻ. അപ്പൊ കൂടെ 5B ഉണ്ടാവണം. ഈ ഒരു കണ്ടീഷൻ ഒരു ചാൻസ് ആണ്. ഇനി അല്ലെങ്കിൽ 3A ആണെങ്കിൽ 2B വരുന്ന കണ്ടീഷൻ. 3A എന്ന് പറയുമ്പോൾ മോഡ് 3 വരുമ്പോൾ 0 ആയിക്കോളും. ഇത് 2 വരും. ഈ കണ്ടീഷൻസ് ഒക്കെയാണ് വരേണ്ടത്. നമുക്ക് ഈ കണ്ടീഷൻ വെച്ച് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഒന്ന് ഇത് കൊടുത്തു നോക്കാം. ദാറ്റ് മീൻസ് ബി എലോൺ വരുന്നത് അക്സെപ്റ്റ് ആവണം. അതുകൊണ്ട് ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇനി ബി അക്സെപ്റ്റ് ആവണം. അപ്പം ഇതും ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇനി ബി എന്നുള്ളത് അക്സെപ്റ്റ് ആവണ്ട. കാരണം എ 0 ആകുന്ന കേസിൽ ബി വന്നു കഴിഞ്ഞാൽ ബി 3B മോഡ് 3 എന്ന് പറയുമ്പോൾ ഇത് 0 ആയി പോകും. അതുകൊണ്ട് അത് നമുക്ക് നോക്കണ്ട. ഇനി ഒരു എയും 2Bയും വരുന്ന കണ്ടീഷൻ അക്സെപ്റ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ തന്നെ വേരിയേഷൻ ആണ് BAB. അത് ഇവിടെ അക്സെപ്റ്റ് ആയോ എന്ന് നോക്കാം. അതോടുകൂടി BAB അക്സെപ്റ്റ് ആവുന്നുണ്ട്. BA നോക്കാം. BA അതും അക്സെപ്റ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത കണ്ടീഷൻ ഈ പറഞ്ഞതുപോലെ 4Aയും 5Bയും വരുന്ന കണ്ടീഷൻ. 1A 2A 3A 4A 4A കഴിഞ്ഞു. ഇനി 5B വരുന്ന കണ്ടീഷൻ. അപ്പോൾ 1 2 3 4 5. അപ്പൊ ഇതിൽ തന്നെ അക്സെപ്റ്റൻസി വരുന്നുണ്ട്. സോ അവിടെയും ഒരു ഇഷ്യൂ വരുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ 3Aയും 2Bയും. 3A 2B ഇപ്പോഴും അക്സെപ്റ്റ് ആവുന്നുണ്ട്. സോ നമ്മുടെ എല്ലാ കണ്ടീഷൻസും ഇതിൽ അക്സെപ്റ്റൻസി വരുന്നുണ്ട്. ഇനി ഇതിന് തന്നെ B എന്നുള്ളതാണെങ്കിൽ B ആണെങ്കിൽ ഇത് അക്സെപ്റ്റ് ആവും. അതായത് ഇത് തന്നെ ഒന്ന് ഓർഡർ മാറ്റി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതായിരിക്കും ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഒരു ചെറിയ വ്യത്യാസമാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് ബി. നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് ബി മോഡ് 3 ഈക്വൽ ടു 0. ഒന്ന് 0 വരുന്ന കണ്ടീഷൻ, രണ്ടും ഈക്വൽ നമ്പേഴ്സ് വരുന്ന കണ്ടീഷനാണ്. ഞാൻ ഇത് ഒന്ന് ഇതിന്റെ അകത്ത് ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. അതായത് ഇത് ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് മാറ്റുന്നു, ഇതും ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് മാറ്റുന്നു, ഇതും ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്കൊന്നുകൂടെ, അതായത് Q04 Q05 Q15 എന്നുള്ള കണ്ടീഷൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഈ ലാസ്റ്റ് കണ്ടീഷൻ നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് ബി മോഡ് 3 രണ്ട് ഈക്വൽ നമ്പർ വരുന്ന കേസിൽ ഈ കണ്ടീഷൻ ഓക്കെ ആയിരിക്കും. ഈക്വൽ ടു 0 ആണ്. ഈക്വൽ ടു 0 വരുന്ന കേസിൽ നമുക്ക് അപ്പൊ നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് ബി മോഡ് 3 ഒന്ന് 0 0 0 0 1 1 2 2 വരുന്ന കേസിൽ, അല്ലെങ്കിൽ പിന്നെ ഈക്വൽ നമ്പർ വരുന്ന ചാൻസ് തന്നെ ഉള്ളൂ അവിടെ എപ്പോഴും. അല്ലാതെ മോഡ് 3 വരുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്പർ ഓഫ് എസ് വന്നിട്ട് ഒരു 6ഉം നമ്പർ ഓഫ് ബീസ് വന്നിട്ട് ഒരു 3യും വരുന്ന കേസിൽ ഇതേ കണ്ടീഷൻ വരാം. നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ഈക്വൽസ് വരുന്ന കേസിൽ ഇതെന്ന് പറയുമ്പോൾ രണ്ടും 0 വരുന്ന കേസ്, ഒരു എയും ഒരു ബിയും വരുന്ന കേസ്, 2Aയും 2Bയും വരുന്ന കേസ് എന്നുള്ള രീതിയിൽ ഇത്. ഇനി 6Aയും 3Bയും വരുന്ന കണ്ടീഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അല്ലെങ്കിൽ ഓക്കെ അത് മതി. 6A അപ്പം 1 2 3 4 5 6. ഇനി 3B 1 2 1 2 3. അപ്പോൾ ഇതിൽ തന്നെ വരും. ഈ 3 മാത്രം ഫൈനൽ ആക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ ഇത് നടക്കാം. ഇതിൻ്റെ അകത്ത് വേരിയേഷൻസ് എല്ലാം വരുന്നതിൽ DFA ഇത് തന്നെ, ഫൈനൽ സ്റ്റേറ്റ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് ക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് അഗൈൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.